ഇന്ന് നമുക്ക് പഴുത്ത മാങ്ങ കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് ഇച്ചിരി ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ എല്ലാവരും മാങ്ങ പല രീതിക്കും കഴിച്ച് മടുത്തു. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചാൽ കൊച്ചുങ്ങൾ ഇടയ്ക്കൊക്കെ എടുത്ത് കഴിക്കുമെന്ന് വിചാരിച്ച്, അപ്പോൾ ഇച്ചിരി എളുപ്പ പരിപാടിയിൽ ഇച്ചിരി ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അതിനായിട്ട് ഞാനിപ്പം മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. അങ്ങനെ ഞാനിതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങ് മാറിക്കിട്ടും. ചില കഷ്ണങ്ങൾ അരയാതെ കിടക്കും, പിന്നെ നാരുകൾ കാണും. അപ്പം അങ്ങനെയൊക്കെയുള്ള എല്ലാ വേസ്റ്റുകളും നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നതിലൂടെ അങ്ങ് മാറിക്കിട്ടും. അങ്ങനെ നമുക്ക് നല്ല മാംഗോ പൾപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത മാങ്ങയിൽ നിന്ന് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് കുറച്ച് എടുത്തു മാറ്റാം. ഈ മാങ്ങ കട്ട് ചെയ്ത് ചേർക്കുന്നതും ഡെക്കറേഷൻ ചെയ്യുന്നതും ഒക്കെ നമ്മുടെ വീട്ടിലെ മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. മാങ്ങ കുറവാണെങ്കിൽ നമുക്ക് ഈ 2 സ്റ്റെപ്പ് ഒഴിവാക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഇവിടെ 500 ml വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരൽപ്പം കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീം ആയതുകൊണ്ട് നല്ല മധുരം ഇച്ചിരി അങ്ങ് ഇരിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ഇതും കൂടെ ചേർത്ത് കൊടുത്ത്, പിന്നെ മാങ്ങയ്ക്കും മധുരം ഇച്ചിരി കുറവുള്ള മാങ്ങയാണ്, അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്കൊരൽപ്പം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കവറ് പാൽപ്പൊടി, 10 രൂപയുടെ പാക്കറ്റിൻ്റെ 2 കവറ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും നല്ലതുപോലെ ഇനി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മളെടുക്കുന്ന മാങ്ങയുടെ മധുരത്തിൻ്റെ അനുസരിച്ച് നമുക്ക് കണ്ടൻസ് മിൽക്കിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇതിപ്പോൾ ഒരല്പം മധുരം കുറവായ മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത്. വിപ്പിംഗ് ക്രീമിന് ഓൾറെഡി മധുരം ഉണ്ട്, അപ്പോൾ നമുക്കിത് ഇത്രയും മതി. അപ്പോൾ നമ്മളിതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന മാംഗോയുടെ പൾപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം പകുതി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ബീറ്റർ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ വാങ്ങിച്ചതായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു കാല് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഈ ഒരൊറ്റ കാലിട്ട് ഞാനിത് ബീറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി പകുതി മാംഗോ പൾപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിവിടെ ഒരു താളിമാവുണ്ട്, അതിനകത്ത് എപ്പോഴും മാങ്ങയാണ്. കുറേ പന്നലായിരിക്കും, കുറച്ച് നല്ല മാങ്ങകളും കിട്ടും. അതുകൊണ്ട് നമുക്ക് അധികം ആർക്കും കൊടുക്കാനും പറ്റില്ല. കേടുള്ളത് കൊണ്ട് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാനും നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് ഈ മാങ്ങ കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. ഇങ്ങനെ പല പല രീതിയിലങ്ങ് ഉപയോഗിച്ച് തീർക്കും. അങ്ങനെ നമ്മളിതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ബീറ്റർ മാറ്റിയിട്ട് സ്പാച്ചില വെച്ച് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇപ്പം തന്നെ നല്ല ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ ആയിട്ടുണ്ട്. നമുക്ക് മധുരം നോക്കാം, നോക്കിയിട്ട് വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. ഞങ്ങൾക്കിത് കണക്കിനുള്ള മധുരമാണ്, അതുകൊണ്ട് ഇനി മധുരം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സാക്കി എടുക്കാം. നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാങ്ങ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്. അങ്ങനെ ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. അങ്ങനെ നമ്മളിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് സ്പാച്ചുല വെച്ച് നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. എല്ലായിടത്തും ഒരേ ലെവലിലാക്കി നിരത്തി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മണ്ടയിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കട്ട് ചെയ്ത മാംഗോ പീസുകളും കൂടെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആവശ്യമില്ല, ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയും കൂടെ ചെയ്തത്. ഞാനിത് വൈകുന്നേരം ഒരു 6 മണിക്കാണ് ഇതെല്ലാം സെറ്റാക്കി എടുക്കുന്നത്. ഞാനിനി ഇതിനകത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് റാപ്പ് ചെയ്തിട്ട് ഇന്ന് രാത്രി ഫുള്ള് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നാളെ രാവിലെ നമുക്കിത് എടുക്കാം. അങ്ങനെ നമ്മൾ അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേനും നമ്മുടെ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഐസ്ക്രീം എല്ലാം സെറ്റായിട്ടുണ്ട്.
നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ഭയങ്കര കട്ടിയായിട്ടില്ല, സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മുടെ കയ്യിൽ ഇച്ചിരി തേനുള്ളത് കൊണ്ട് ഇതിൻ്റെ മണ്ടയിൽ ഒരല്പം തേനും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഐസ്ക്രീം സ്കൂപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തവിക്കാണ് ഇത് കോരിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്.